ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ്. അതായത് കേരള സ്റ്റേറ്റ് സിലബസിലെ +2 മാത്തമാറ്റിക്സിന്റെ 9ാമത്തെ ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ മെയിൻ ആയിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയയെ കുറിച്ചാണ്. രണ്ട് ഫോക്കസ് ഏരിയ ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ആണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ബേസിക് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ വരുന്നത് വാരിയബിൾ സെപ്പറബിൾ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ വാരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. നമ്മൾ വാരിയബിൾസിനെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾസ് ഉണ്ട്. അപ്പോൾ വാരിയബിൾസ് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സും വൈയും ആയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ വാരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വാരിയബിൾസ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സെയിം വാരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബേസിക് കൺസെപ്റ്റിലേക്ക് കടക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾ ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പെൻഡ് ആയിട്ടുള്ള വാരിയബിൾ ഉണ്ട്. നമ്മൾ മാത്തമാറ്റിക്സിൽ യൂഷ്വലി ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എന്നൊരു സിമ്പിൾ വെച്ചിട്ടാണ്. അതേപോലെ ഡിപ്പെൻഡന്റ് വാരിയബിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വൈ എന്നൊരു നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഈ രണ്ട് ഡിപ്പെൻഡന്റ് വാരിയബിൾസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ടേം ഡെറിവേറ്റീവ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം ആണ്. അതായത് ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡന്റ് വാരിയബിൾ. അതാണ് ഈ dy/dx എന്നോട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്പെൻഡന്റ് വാരിയബിൾ എത്രത്തോളം ചേഞ്ച് വരും ഇൻഡിപെൻഡന്റ് വാരിയബിൾ അനുസരിച്ച്. അതായത് എക്സ് മാറുന്നതിനനുസരിച്ച് വൈയിൽ ചേഞ്ച് സംഭവിക്കാം. എക്സ് മാറുന്നതിനനുസരിച്ച് വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതിനെയാണ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ടേമുകളും ഇൻക്ലൂഡ് ചെയ്തു വരുന്ന ഒരു ബീജഗണിത സമവാക്യത്തെ ആൾജിബ്രിക് ഇക്വേഷനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, മൂന്ന് വാരിയബിൾസ്, അതായത് രണ്ട് വാരിയബിൾസ് അതിൽ ഉണ്ടായിരിക്കും. ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും, പ്ലസ് അവയുടെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മൂന്ന് ടേമും കൂടെ ഉൾപ്പെടുന്ന ഒരു ആൾജിബ്രിക് ഇക്വേഷൻ, ബീജഗണിത സമവാക്യത്തെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അപ്പൊ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് കണ്ടു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫീച്ചറാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഓർഡർ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ഓർഡേഴ്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഓർഡർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സെക്കൻഡ് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാക്സിമം അത് എത്ര വരെ ഡെറിവേറ്റീവ് ചെയ്തിരിക്കുന്നു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിന്റെ ഹയസ്റ്റ് ഓർഡർ എത്രയാണ്, എത്രത്തോളം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ d²y/dx², അതുപോലെ dy/dx, ഈ രണ്ട് ടേം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അല്ലെങ്കിൽ ആ പവർ 2 അല്ലെങ്കിൽ ഓർഡർ 2 ആണ് ആ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷന്റെ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണോ ആ ഓർഡറിന്റെ ഹയസ്റ്റ് പവറിനെയാണ് ആ ഇക്വേഷന്റെ ഡിഗ്രി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഹയസ്റ്റ് ഓർഡർ അതിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ് അതിന്റെ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടിയത്. ആ സെക്കൻഡ് ഓർഡറിന്റെ ഹയസ്റ്റ് പവർ എത്രയാണോ ആ ചോദ്യത്തില്, അതിനെയാണ് ആ ഇക്വേഷന്റെ ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ആ ഓർഡറിന്റെ പവർ, ആ ഡിഗ്രി പറയുന്ന പേരാണ് അതിന്റെ ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ രണ്ട് ഫീച്ചേഴ്സ് ആണ് പ്രധാനമായിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ ഓർഡറും ഡിഗ്രി ഒക്കെ മനസ്സിലാക്കാം. അടുത്ത നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് d²y/dx² പ്ലസ് dy/dx² പ്ലസ് y = 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിൾ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഓർഡർ കണ്ടുപിടിക്കണം, ഡിഗ്രി എന്താ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്രത്തോളം ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം.
അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാക്സിമം 2 തവണ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ നമുക്ക് 2 ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രിക്ക് കണക്കാണ്. ഡിഗ്രി നമുക്ക് നോക്കുമ്പോൾ ഇതില് ഹൈയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് മാക്സിമം ഇതിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാക്സിമം അല്ലെങ്കിൽ ഹൈയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവറിനെയാണ് അതിന്റെ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും മാക്സിമം ഇവിടെ ചെയ്തിട്ടുള്ളത് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പവർ നോക്കുക. ഇതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പവറിൽ 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 1 ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി ആയിട്ട് വരുന്നത്. ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാം. അതായത് ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ഇവിടെ 2 എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഡിഗ്രി ആയിട്ട് എഴുതാമല്ലോ എന്നൊരു ചോദ്യം വരും. പക്ഷെ 2 അല്ല ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം ഇതിന്റെ ഹയസ്റ്റ് ഓർഡർ എന്താണ് അതിന്റെ പവർ ആണ് നോക്കുന്നത്. ഇവിടെ മാക്സിമം ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓർഡർ വരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പവർ എത്രയാണെന്ന് നോക്കുക. ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എത്രയാണെന്ന് നോക്കുക. അതാണ് ഈ ഇക്വേഷന്റെ ഡിഗ്രി ആയിട്ട് വരിക. അപ്പൊ നമ്മളിപ്പോ എഴുതിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഓർഡറും ഡിഗ്രിയും എഴുതുന്ന രീതി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനെ കുറിച്ചാണ്. ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല. പക്ഷെ ഫോക്കസ് ഏരിയയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഫോക്കസ് ഏരിയയിൽ പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കും. എങ്കിൽ മാത്രമേ അതിന്റെ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഇക്വേഷൻ ആയാലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ജനറൽ, അതായത് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാ സൊല്യൂഷൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, പർട്ടിക്കുലർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ 2 സൊല്യൂഷനാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ രീതിയിൽ നോർമൽ ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷന് ആകെ 1-2 സൊല്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ആ ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്നത് അതിന്റെ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂനെയാണ് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഡിഗ്രി കണ്ടുപിടിക്കുന്ന എക്സാമ്പിൾ കണ്ടു. അപ്പൊ അതിൽ നമുക്ക് 2 വേരിയബിളെ നമ്മൾ കണ്ടിട്ടുള്ളൂ, എക്സും അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള വൈ. ആ വൈ എന്ന ഡിപ്പെൻഡന്റ് വേരിയബിൾ ആ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈഡ് ആവും. അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് വൈക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുക. അതിനെയാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത അതിൽ 1-2 ആർബിട്രറി കോൺസ്റ്റന്റ്സ് വരും. ഓക്കെ, ആർബിട്രറി പാരാമീറ്റേഴ്സ് വരും. അപ്പോൾ ഈ കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. ഇനി അതിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ജനറൽ സൊല്യൂഷനിൽ വാരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പാരാമീറ്റേഴ്സിന് അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റന്റ്സിന് വാല്യൂ കൊടുത്ത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് ജനറൽ സൊല്യൂഷനിൽ ഈ ആർബിട്രറി കോൺസ്റ്റന്റ്സിന് വാല്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസിനെ പറയുന്ന അല്ലെങ്കിൽ സൊല്യൂഷനെ പറയുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ആ പർട്ടിക്കുലർ സൊല്യൂഷനിൽ അവസാനമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ്സോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിൽ അവസാനം വരുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്. അപ്പോൾ 2 സൊല്യൂഷനാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടത്. ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, പർട്ടിക്കുലർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് കടക്കാം. അടുത്ത ഫോക്കസ് ഏരിയ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ, രണ്ടാമത്തെ ഫോക്കസ് ഏരിയ. അപ്പോൾ ഈ രണ്ടാമത്തെ ഫോക്കസ് ഏരിയയിൽ അത് എന്താണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ dy by dx equal to 1 plus y square by 1 plus x square. ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം ഹെഡിങ് എഴുതിയ പോലെ തന്നെ ഇതിന്റെ വാരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന 2 വാരിയബിൾസ് ആണ് എക്സും വൈ, ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും. അപ്പോൾ ആദ്യം നമുക്ക്
നമുക്ക് ഈ വാരിയബിൾസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ dy എടുക്കുന്നുണ്ട്, dx ഉണ്ട്, 1 പ്ലസ് വൈ സ്ക്വയർ വൈയുടെ ടേം ഉണ്ട്, എക്സിന്റെ ടേം ഉണ്ട്. അപ്പോൾ y x ഇതിനെ രണ്ട് ഭാഗത്തേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. സെപ്പറേറ്റ് ചെയ്ത് നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡെറിവേറ്റീവ്സ് എപ്പോഴും ന്യൂമറേറ്ററിൽ എഴുതാനായിട്ട് പാടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ dxഉം 1 പ്ലസ് വൈ സ്ക്വയറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy ഈ 1 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് താഴേക്ക് വരും, 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു dx താഴേക്ക് പോകും, dx ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പൊ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വൈയുടെ ടേമാണ് കിടക്കുന്നത്, ഇവിടെ കംപ്ലീറ്റ് എക്സിന്റെ ടേമാണ് കിടക്കുന്നത്. അപ്പൊ വൈയുടെ ടേമും എക്സിന്റെ ടേമിനെ സെപ്പറേറ്റ് ആക്കി അതിന്റെ മീനിങ് ഇതിനെയാണ് ഇതിന്റെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എക്സും വൈ രണ്ട് വേരിയബിൾസ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ എക്സ് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്താൽ വൈ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്താൽ ആ ഹെഡിങ് പറയുന്ന പോലെ തന്നെ വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. അതിനെയാണ് അതിന്റെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ വേരിയബിൾ സെപ്പറബിൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട്. രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രേഷൻ നമുക്കറിയാം, ഇന്റഗ്രൽ dy ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഏതിന്റെ ഇന്റഗ്രൽ അത്? tan ഇൻവേഴ്സ് y ഈക്വൽ ടു ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാവുന്നതാണ്, ഇന്റഗ്രൽ dx ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഏതിന്റെ ഇന്റഗ്രലാ? tan ഇൻവേഴ്സ് x. ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ കൂടെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും, ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് c എന്ന് കൊടുക്കാണ്. ഇതിനെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ സൊല്യൂഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സൊല്യൂഷനിൽ കോൺസ്റ്റന്റ് കിടക്കുന്നുണ്ട്, ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ടുള്ള c കിടക്കുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ്സ് വരുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിന് ചില കണ്ടീഷൻസ് ഒക്കെ എക്സിന്റെ വൈയുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വാല്യൂസ് കൊടുത്ത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ആ സിയുടെ വാല്യൂ കൊടുത്ത് ഈ സൊല്യൂഷനെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ ഇതാണ് ജനറലും പർട്ടിക്കുലറും തമ്മിലുള്ള ഡിഫറൻസ്. ജനറൽ ആണെന്നുണ്ടെങ്കിൽ അതില് കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും, ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും. പർട്ടിക്കുലർ ആണെങ്കിൽ കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കില്ല, നമ്മുടെ വാരിയബിൾസ് ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് മാത്രമേ പർട്ടിക്കുലർ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ വാരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. ആ പേര് പോലെ തന്നെ രണ്ടേ രണ്ട് വാരിയബിൾസ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. ആ വാരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് നിർത്താതെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടേ രണ്ട് ഫോക്കസ് ഏരിയ ആണ്. ബേസിക് കോൺസെപ്റ്റുകൾ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ വാരിയബിൾ സെപ്പറബിളിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ടേം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സൊല്യൂഷൻ പറഞ്ഞെങ്കിലേ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇത്രയും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ